നമ്മളൊക്കെ ജീവിതത്തിൽ പലപ്പോഴും കരയാറുള്ളവരാണ്. ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ കരഞ്ഞിട്ടില്ല. എന്നാൽ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിതത്തിൽ കരയണമെന്നാണ്. 4 സൂറത്തുകൾ ഖുർആനിൽ 114 സൂറത്തുണ്ട്. ആ 114 സൂറത്തിൽ 4 സൂറത്തുകൾ അത് ഓതുന്ന സമയത്ത് ഒരു മനുഷ്യന് കരയാൻ സാധിച്ചാൽ, കരഞ്ഞുകൊണ്ട് കരയുക എന്ന് പറഞ്ഞാൽ കണ്ണീരൊരുക്കി കരയണമെന്നില്ല, അവൻ്റെ കണ്ണ് നിറഞ്ഞാൽ, ഒരു വിഷമം വന്നാൽ ഇൻഷാ അല്ലാഹ് അവനിക്ക് കിട്ടുന്നത് സ്വർഗമാണ്. ഏതൊക്കെയാണ് ആ 4 സൂറത്തുകളെന്ന്? നമ്മൾക്ക് നിത്യമായി ഓതുന്ന സൂറത്താണ്. ഏതാണ് ആ 4 സൂറത്തുകളെന്ന് നമുക്ക് കേട്ടാലോ? കരച്ചിലുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യൻ 3 സമയത്ത് കരഞ്ഞാൽ, 3 സമയത്ത് അവനിക്ക് കരച്ചിൽ വന്നാൽ അവൻ്റെ ആ കണ്ണ് അല്ലാഹു തആല ഒരിക്കലും നരകത്തെ കാണിക്കുകയില്ലെന്നാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏതാണ് ഒരാൾ കരയേണ്ട 3 പ്രധാനപ്പെട്ട സമയങ്ങൾ? അതോടൊപ്പം തന്നെ 3 പേരുടെ കരച്ചിൽ നമ്മൾ സൂക്ഷിക്കണം. 3 പേരുടെ കരച്ചിൽ നമ്മുടെ തലക്ക് മുകളിൽ വന്നാൽ നമ്മൾ മുടിഞ്ഞു പോകും. ഏതാണ് ആ 3 വിഭാഗം ആളുകൾ? അതോടൊപ്പം തന്നെ ഒരു മനുഷ്യന് നരകം കണ്ണുകൊണ്ടുപോലും കാണാൻ പറ്റാത്ത തരത്തിൽ അല്ലാഹു തആല നരകത്തെ തൊട്ട് വിദൂരമാക്കും അവനെ. ആരെ? 3 സ്വഭാവമുള്ള ആളുകൾ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ 3 വിഭാഗം ആളുകൾ ആരൊക്കെയാണ്, 3 സമയങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ വിശദമായി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, കരുണാവാരിധിയായ പടച്ച തമ്പുരാൻ നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് വിശുദ്ധമായ ശഅബാൻ മാസം, ആ ശഅബാൻ മാസത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ അല്ലാഹു തആല അവസരം നൽകി, അല്ലേ? നമ്മളിൽ നിന്നും ബറാഅത്ത് രാവ് കഴിഞ്ഞു പോയി, അതിൻ്റെ നോമ്പ് കഴിഞ്ഞു. അൽഹംദുലില്ലാഹ് ഒരുപാട് നന്മകൾ ചെയ്തു. പിന്നെ ഇന്നൊക്കെ നോമ്പുള്ള ആളുകളുണ്ട്. നാളെ വ്യാഴാഴ്ച നോമ്പ് പിടിക്കാൻ കരുതിയ ആളുകളുണ്ട്. റമദാൻ ഇനി ഏകദേശം കുറച്ച് ദിവസം കൂടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നോമ്പ് പിടിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഇനിയുള്ള ദിവസങ്ങളിൽ നോമ്പ് പിടിച്ച് ശരീരം രോഗാവസ്ഥയിലായി റമദാനിൽ നോമ്പ് പിടിക്കാൻ പറ്റാതെ പോയാൽ അത് വലിയ നഷ്ടമാണ്. അതുകൊണ്ട് ഇനി നോമ്പ് പിടിക്കുമ്പോൾ തുടർച്ചയായിട്ട് പിടിക്കാതെ ഓരോ ദിവസം ഇടവിട്ട്, ഇന്ന് പിടിച്ചാൽ നാളെ പിടിക്കേണ്ട, മറ്റന്നാൾ പിടിക്കുക, അങ്ങനെ ഓരോ ദിവസം ഇടവിട്ട് പിടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ചില ആളുകൾ ശഅബാൻ മാസത്തിൽ ഇനി ബാക്കിയുള്ള ദിവസങ്ങളിൽ നോമ്പ് പിടിച്ചാൽ റമദാനിൽ എനിക്ക് നോമ്പ് പിടിക്കാൻ വേറെ പ്രയാസമൊന്നും ഉണ്ടാവില്ല എങ്കിൽ നമുക്ക് നോമ്പ് പിടിക്കാം. ഇത് ചില ആളുകൾക്ക് റജബിലും ഷഅബാനിലും ഒക്കെ തുടർച്ചയായി അങ്ങോട്ട് നോമ്പ് പിടിക്കും. അവസാനം റമദാൻ ആകുമ്പോൾ പലപ്പോഴും നോമ്പ് പിടിക്കാൻ പറ്റാത്തൊരവസ്ഥ, രോഗാവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അല്ലാഹു തആല അത്തരത്തിലുള്ള അവസ്ഥകളെ തൊട്ട് നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മൾ ഈ ഷഅബാനിൽ പിടിച്ചിട്ടുള്ള എല്ലാ നോമ്പുകളും അതുപോലെ മറ്റ് സൽക്കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ആരൊക്കെ നമ്മളോട് ദുആ ഇറക്കാൻ പറഞ്ഞു, അല്ലാഹു എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളൊക്കെ ജീവിതത്തിൽ കരയാത്ത സന്ദർഭം കുറവാണ്. എന്ന് വെച്ചാൽ ഒരു സമയത്തെങ്കിലും നമ്മൾ കരഞ്ഞിട്ടുണ്ടാകും. എപ്പോഴാണത്? നമ്മുടെ ഉമ്മ നമ്മളെ പ്രസവിച്ച സമയത്ത് നമ്മളൊക്കെ കരഞ്ഞവരാണ്. നമ്മളൊക്കെ വല്ലാതെ കരഞ്ഞവരാണ്. പിന്നെ ആ ചെറുപ്രായത്തിലൊക്കെ നമ്മൾ രാത്രി ചിലപ്പോൾ എന്തെങ്കിലും അസ്വസ്ഥത വന്ന് കരഞ്ഞവരാണ്. ചെറുപ്രായത്തിൽ എന്തിനും ഏതിനും നമ്മൾ കരഞ്ഞവരാണ്. പിന്നെ വലുതാവുമ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമുക്ക് ആരോഗ്യമുള്ള, നമുക്ക് തിരിച്ചറിവുള്ള സമയത്തൊക്കെ നമ്മൾ പലപ്പോഴും പിടിച്ചു നിൽക്കും. എന്ത് പ്രതിസന്ധി വന്നാലും പിടിച്ചു നിൽക്കും, കരയൂല. പക്ഷേ ചെറുപ്രായത്തിലൊക്കെ നമ്മൾ കരഞ്ഞവരാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിൻ്റെ ഒരു യഥാർത്ഥ അടിമ, ഒരു മുഅ്മിനായ അടിമ, അവൻ പലപ്പോഴും ജീവിതത്തിൽ കരയൽ അനിവാര്യമാണെന്നാണ്. ചെറുപ്രായത്തിലുള്ള കരച്ചിലല്ല, അതല്ലാതെ അവൻ്റെ മുതിർന്ന ജീവിതത്തിൽ അവൻ പലപ്പോഴും കരയൽ അനിവാര്യമാണ്. അതെന്താ നബി തങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിൽ കാണാം. അവിടുന്ന് പറയുകയാണ്, ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നത് നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ, നബി തങ്ങൾ പറയുന്നു, ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നത് നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ ഒരുപാട് കരയുകയും ഒരുപാട് ചിരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുമായിരുന്നു. നബി തങ്ങൾ പറയുന്നു, ഞാൻ
എൻ്റെ ശരീരം കൊണ്ട് അറിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് പലപ്പോഴും അത് അറിയാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഒരുപാട് കരയുകയും അതുപോലെ തന്നെ ചിരി നിങ്ങൾ കുറക്കുകയും ചെയ്യുമായിരുന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു തആല മനുഷ്യനായ നമുക്ക് തന്നിട്ടുള്ള വലിയ ഒരു അനുഗ്രഹമാണ്, അല്ലെങ്കിൽ വലിയൊരു വികാരമാണ് കരയുക, കരച്ചിൽ എന്നുള്ളത്. ചില ആളുകൾക്ക് ഇങ്ങനെ വിഷമം ഇങ്ങനെ തിങ്ങി നിൽക്കുന്ന സമയത്ത് മനസ്സ് പൊട്ടിയൊന്ന് കരഞ്ഞാൽ അയാളുടെ പകുതി വിഷമം മാറും. അങ്ങനെയുണ്ട്. പല ആളുകളും ഈ പ്രവാസികളായ ഒരുപാട് പേരുണ്ട്, അവരൊക്കെ ദ്വാരക്കാൻ പറഞ്ഞവരാണ്. അവർ പറയാറുണ്ട്, ഉസ്താദേ ഞങ്ങൾക്കൊന്ന് പൊട്ടിക്കരയാൻ തോന്നും. ഒന്ന് പൊട്ടിക്കരയാൻ തോന്നുന്ന സമയത്ത് ഞങ്ങൾ ബാത്റൂമിൽ കയറിയിട്ട് അല്ലെങ്കിൽ ആരുമില്ലാത്ത സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ ഒരുപാട് നേരം വീട്ടിലെ വിഷമങ്ങൾ, സങ്കടങ്ങൾ, ചിലപ്പോൾ രോഗങ്ങൾ, നമുക്ക് പിന്നെ ജോലിയുടെ ടെൻഷനുകൾ, ഇതൊക്കെ ഓർത്തിട്ട് ഒന്ന് കരഞ്ഞാൽ അൽഹംദുലില്ലാ ആ പകുതി വിഷമം അങ്ങോട്ട് പോകും. ഒരുപാട് പേര് പറയാറുണ്ട്, ഞങ്ങൾ രാത്രി വലിയ ക്ഷീണത്തിലാണ് ആ റൂമിലേക്ക് വരുന്നത്, എന്നാലും ഞങ്ങളുടെ ടെറസിൻ്റെ മുകളിൽ പോയിട്ട് മുസല്ല വിരിച്ച് 2 റക്അത്ത് നമസ്കരിച്ചിട്ട് ഒരുപാട് കരയാറുണ്ട് ഉസ്താദെ, ഞങ്ങളുടെ പ്രവാസ ജീവിതത്തിലെ പ്രയാസങ്ങൾ ഞങ്ങൾ അള്ളാഹിനോട് പറയാറുണ്ട് എന്നൊക്കെ എത്രയോ സഹോദരന്മാരാണ് പറയുന്നത്. അള്ളാഹു എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ വന്നാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം, ചില സൂറത്തുകൾ, നമ്മുടെ ഖുർആനിൽ സൂറത്തുകൾ ഓതുമല്ലോ, അപ്പോൾ ചില സൂറത്തുകൾ നമ്മൾ ഓതുന്ന സമയത്ത് കരഞ്ഞുകൊണ്ടാണ് ഓതുന്നതെങ്കിൽ അവൻ്റെ ആ കരച്ചിൽ മാത്രം മതി അവനിക്ക് സ്വർഗത്തിൽ കടക്കാൻ. അവൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു തന്നിട്ട് അവനെ സ്വർഗത്തിൽ കടത്താൻ ഒരൊറ്റ കാരണം എന്ത്? അവൻ കരഞ്ഞു. എപ്പോൾ? 4 സൂറത്ത് ഓതുമ്പോൾ. 4 സൂറത്ത് ഓതുമ്പോൾ നമുക്ക് കരയാൻ പറ്റിയാൽ നമുക്ക് സ്വർഗം ഉറപ്പാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമ്മളൊക്കെ കരയാറുണ്ട്, പലപ്പോഴും സിനിമ കണ്ട് കരയുന്നവരാണ്, സീരിയൽ കണ്ട് കരയുന്നവരാണ്, അതുപോലെ തന്നെ മറ്റ് വിഷമങ്ങൾ വരുമ്പോൾ ഒക്കെ നമ്മൾ കരയുന്നവരാണ്. ഒരാൾ ജീവിതത്തിൽ കരയേണ്ടത് ഒന്ന് ദുആ ചെയ്യുമ്പോഴാണ്. ദുആ ചെയ്യുമ്പോൾ അവനിക്ക് കരച്ചിൽ വരണമെന്നാണ്. അവൻ കരഞ്ഞുകൊണ്ട് അവൻ്റെ തെറ്റുകൾ അള്ളാഹുലേക്ക് ഏറ്റുപറഞ്ഞ് ദുആ ഇറക്കണം. രണ്ടാമത്തേത് അവൻ്റെ ഖുർആൻ ഓതുമ്പോൾ, ഖുർആൻ ഓതുന്ന സമയത്ത് കരയണമെന്ന്. അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. കാരണം ഖുർആനിൽ അള്ളാഹുവിൻ്റെ അദാബിനെ പറ്റി, അള്ളാഹുവിൻ്റെ ശിക്ഷയെപ്പറ്റി, നരകത്തിനെ പറ്റി, അതുപോലെ തന്നെ ആഖിറത്തിനെ പറ്റിയൊക്കെ ഒരുപാട് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്കൊന്ന് കരയാൻ പറ്റിയാൽ, കരയെന്ന് പറഞ്ഞാൽ ഒരു വിഷമമുണ്ടായാൽ അത് മതി നമുക്ക് അള്ളാഹുവിൻ്റെ അദാബിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ. മൂന്നാമത്തേത് നമ്മൾ ചെയ്തു പോകുന്ന തെറ്റുകളെ ഓർത്തിട്ട് കരയാൻ പറ്റിയാൽ അല്ലാഹു തആല നമുക്ക് നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു ഹദീസിൽ കാണാം, ചില കണ്ണുകൾക്ക് നരകം ഹറാമാണെന്നാണ്. ചില കണ്ണുകൾക്ക് നരകം ഹറാമാണ്. ഒന്ന് അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ കണ്ണാൻ. അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ കണ്ണ്, അതായത് നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് പടച്ചോനെ ഞാൻ ആ തെറ്റ് ചെയ്തു പോയി റബ്ബേ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ അല്ലാഹ് എന്ന് പറഞ്ഞ് നമ്മളൊരു വിഷമത്തോടുകൂടി ഒരു തുള്ളി കണ്ണീര് ഒഴുകണ്ട. കണ്ണീരെന്ന് പറഞ്ഞാൽ കരയുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ണീര് ഒഴുകിക്കൊണ്ടിരിക്കണമെന്നല്ല പറഞ്ഞത്. നമ്മുടെ കണ്ണൊന്ന് നിറഞ്ഞാൽ തന്നെ നമുക്കെന്താണ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും വലിയ പ്രതിഫലമാണ്. അപ്പോൾ അതുകൊണ്ട് കരയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഉസ്താദ് ഞങ്ങൾക്ക് കരച്ചിലൊന്നും അങ്ങനെ വരൂല. വേണ്ട, കരയണ്ട. കരയുന്നത് പോലെ അഭിനയിക്കാമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് പറയുന്നു കൊടുക്കുന്നുണ്ട്, അബൂബക്കറെ നിങ്ങൾ ദുആ ഇറക്കുമ്പോൾ നിങ്ങളൊന്ന് കരയാൻ ശ്രമിക്കണേ. ഇനി കരച്ചിൽ വന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് കരയുന്നത് പോലെ അഭിനയിക്കണേ. അത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണെന്നാണ്. അപ്പോൾ ഒന്നാമത്തെ കണ്ണ്, നരകത്തെ കാണാത്ത ഒന്നാമത്തെ കണ്ണ്, അത് അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ കണ്ണാണെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം, ബഊലത്ത് അല്ലേ, അതായത് ഈച്ചയുടെ അല്ലെങ്കിൽ കൊതുകിൻ്റെ ആ ഒരു അളവ്, അതായത് ചെറിയൊരളവോളം ഒരു മനുഷ്യൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നാൽ തന്നെ അവനിക്ക് അല്ലാഹു തആല അവൻ്റെ ആ കണ്ണ് പിന്നെ നരകം കാണൂല, നരകം കാണാത്ത കണ്ണായി അല്ലാഹു തആല ആ കണ്ണിനെ സ്വീകരിക്കുമെന്നാണ്. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. രണ്ടാമത്തേത് ഹറാമിനെ തൊട്ട് തിരിച്ചു കളഞ്ഞ കണ്ണാണ്. അല്ലേ, എത്രയോ ഹറാമുകളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഹറാമാകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുമ്പോൾ അതിനെ തൊട്ട് കണ്ണ് തിരിച്ചു കളഞ്ഞാൽ ആ കണ്ണും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നരകം ഹറാമായ കണ്ണാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. മൂന്നാമത്തേത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറക്കം ഒഴിച്ച കണ്ണാണ്. ഇപ്പോൾ റമദാൻ വരികയാണ്, തറാവീഹ് നിസ്കരിക്കുന്ന സമയത്തൊക്കെ നല്ല ഉറക്കം വരും അല്ലേ. അപ്പോൾ ഒന്ന് സുജൂദിലെത്തിയാൽ മതി. സുജൂദിൽ കിടന്നിട്ട് ഒരു കുറച്ച് സമയമാണെങ്കിലും ഒന്ന് സുജൂദിൽ കിടന്നിട്ട് ചിലപ്പോൾ ഒന്ന് മയങ്ങിപ്പോകും, ചിലപ്പോൾ ഒന്ന് കണ്ണടക്കും, വലിയ റാഹത്താൻ. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, ഇബാദത്തിൻ്റെ സമയത്ത്, ഖുർആൻ ഓതുന്ന സമയത്ത്, ദിക്ർ ചൊല്ലുന്ന സമയത്തൊക്കെ നമുക്ക് ഉറക്കം വരുന്ന സമയം, ആ ഉറക്കത്തെ നമ്മൾ വകഞ്ഞു മാറ്റി ആ ഉറക്കം വരുന്ന സമയത്ത് ഒന്ന് മുഖം കഴുകുകയോ അല്ലെങ്കിൽ നമ്മുടെ ഉറക്കം മാറ്റാനുള്ള എന്തെങ്കിലും പ്രവൃത്തി ചെയ്തിട്ട് വീണ്ടും ആ ഇബാദത്ത് ചെയ്താൽ
അല്ലാഹു തആല ആ കണ്ണിനെയും നരകത്തിൽ നിന്നും ഹറാമാക്കുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തരുകയാണ്. ഇനി നമുക്ക് ആ സൂറത്തിലേക്ക് കിടക്കാം. 4 സൂറത്തുകൾ നമ്മളൊക്കെ സ്ഥിരമായി ഓതുന്ന സൂറത്താണ്. 4 സൂറത്തുകൾ ഓതുന്ന സമയത്ത് ഒന്ന് കണ്ണ് നിറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ആ കണ്ണ് എന്താണ്? സ്വർഗത്തിലാണ്. നമുക്ക് സ്വർഗം ഉറപ്പാണ്. ഏതാണ്? വിശുദ്ധമായ ഹദീസിൽ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നി ഖാരിഉൻ അലൈക്കും സൂറത്ത് അൽഹാകുമുത് തകാസുർ. നബി തങ്ങൾ പറയുന്നു, ഞാൻ നിങ്ങൾക്കൊരു സൂറത്ത് പഠിപ്പിച്ചു തരാം സ്വഹാബത്തെ. ഒരു സൂറത്ത്, ആ സൂറത്തിൻ്റെ പേര് അൽഹാകുമുത് തകാസുർ എന്നാണ്. നമ്മൾ സാധാരണ സൂറത്തു തകാസുർ ഓതാറുണ്ട്. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറവുന്നൽ ജഹീം സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഇതാണ് ആ സൂറത്ത്. ചെറിയൊരു സൂറത്താണ്. ഈ സൂറത്ത് ഓതുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മൾ സാധാരണ ഓതുന്നത് പോലെ അങ്ങോട്ട് ഓതിപ്പോകും. നബി തങ്ങൾ പറയുന്നു, ഈ സൂറത്ത് ഓതുന്ന സമയത്ത് ഒരാൾക്ക് ഒരു സങ്കടം വന്നാൽ, കണ്ണ് നിറഞ്ഞാൽ, ആ കണ്ണിന് അല്ലാഹു തആല നരകത്തെ തൊട്ട് ഹറാമാക്കുകയും അവനിക്ക് അല്ലാഹു സ്വർഗം നൽകും. കാരണം എന്താണ്? ഈ സൂറത്തിൽ അല്ലാഹു തആല പറയുന്നത് എന്തെന്നറിയോ? അതായത് നമുക്ക് അല്ലാഹു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളുണ്ടല്ലോ. നമുക്ക് ഭക്ഷണം തരുന്നു, അത് അല്ലാഹു തന്ന അനുഗ്രഹമാണ്. നമുക്ക് കുടിക്കാൻ വെള്ളം തരുന്നു, അത് അല്ലാഹു തന്ന അനുഗ്രഹമാണ്. ധരിക്കാൻ വസ്ത്രമുണ്ട്, സഞ്ചരിക്കാൻ വാഹനമുണ്ട്, കയറിക്കിടക്കാൻ വീടുണ്ട്. ഇതൊക്കെ അല്ലാഹു തആല ആഖിറത്തിൽ ചെല്ലുമ്പോൾ നമ്മളോട് ചോദിക്കുമെന്നാണ്. നമുക്ക് അല്ലാഹു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെപ്പറ്റി അല്ലാഹു തആല നാളെ ആഖിറത്തിൽ ചോദിക്കുമെന്നാണ്. പിന്നെയോ നരകത്തെപ്പറ്റി അല്ലാഹു സൂചിപ്പിക്കുന്നു, അല്ലാഹു തന്ന അനുഗ്രഹങ്ങളെപ്പറ്റി സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ മൊത്തത്തിൽ അല്ലാഹുവിനെ ഓർക്കാൻ പറ്റിയ ഒരു സൂറത്താണ് സൂറത്തു തകാസുർ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സൂറത്ത് ഓതുന്ന സമയത്ത് ഒരു മനുഷ്യൻ കരയാൻ പറ്റിയാൽ, നബി തങ്ങൾ പറയുന്നു, ഫമൻ ബകാ ഫലഹുൽ ജന്ന. ഒരു മനുഷ്യൻ ഈ സൂറത്ത് ഓതുന്ന സമയത്തൊന്ന് കണ്ണ് നിറഞ്ഞൊരു വിഷമത്തോടു കൂടി ഒന്ന് ഓതിയാൽ ഫലഹുൽ ജന്ന, അവനിക്ക് സ്വർഗമുണ്ട്. ഫബകാ ബഅദുൻ. ഈ സമയത്ത് സ്വഹാബിമാരിൽ ചില ആളുകൾ ഈ സൂറത്ത് ഓതിയിട്ട് അങ്ങോട്ട് കരയാൻ തുടങ്ങിയെന്നാണ്. ഈ സമയത്ത് ചില സ്വഹാബിമാർ ഇത് ഓതിയിട്ട് കരഞ്ഞു, അവർക്ക് കരച്ചിൽ വന്നു. പിന്നെയോ വലം യബ്കിൽ ബാഖൂന. കുറച്ച് ആളുകൾ ഇത് ഓതിയിട്ട് കരച്ചിൽ വന്നൂല. ചില ആളുകൾ ഇത് ഓതിയിട്ട് കരച്ചിൽ വന്നില്ല. ആ സമയത്ത് നബിതങ്ങളോട് പറഞ്ഞു, നബിയെ ഞങ്ങൾ ഓതിയിട്ട് ഞങ്ങൾക്ക് കരച്ചിൽ വന്നില്ല. അപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് കരച്ചിൽ വന്നില്ലെങ്കിലും കരയുന്നത് പോലെ ഒന്ന് അഭിനയിക്കാൻ. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗ. നമുക്കൊരു വിഷമം വരുന്നത് പോലെ ഈ സൂറത്ത് ഓതണം. ഭയങ്കര ശ്രേഷ്ഠതയാണ്, ഭയങ്കര ശ്രേഷ്ഠ. നമ്മൾ നിസ്കാരത്തിലൊക്കെ നമ്മൾ കൈ കെട്ടിയിട്ട് ഏത് സൂറത്ത് ഓതുന്നത്? ഞാൻ നിങ്ങളൊക്കെ വേഗത്തിൽ നിന്ന് അടിച്ച് ഫത്തഹാക്കി പെട്ടെന്ന് പോകാൻ വേണ്ടി ഖുൽ ഹുവല്ലാഹു അഹദും അതുപോലെ ഖുൽ അഊദു ബിൽ ഫലക്കൊക്കെ ഓതിയിട്ടല്ലേ പോകുന്നത്. ഇനി തൊട്ടൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള സൂറത്തുകളൊന്ന് ഓതുക. നമുക്ക് വല്ലുഹാ സൂറത്ത് അറിയാം, അലം നശ്റഹ് എന്ന് പറയുന്ന സൂറത്ത്, സൂറത്തുൽ ഖാരിയ, ഇപ്പോൾ നമ്മൾ ഓതുന്ന സൂറത്തു തകാസുർ, അങ്ങനെ വലിയ വലിയ സൂറത്തുകൾ. അതായത് വലിയ സൂറത്ത് ഓതണമെന്നല്ല, നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് ഈ വല്ലുഹാക്ക് താഴെയുള്ള സൂറത്തുകളൊക്കെ ഉണ്ട്, അതെങ്കിലും ഒന്ന് മാക്സിമം നമ്മൾ ഒന്ന് ഓതാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളെന്താ പഠിച്ചത് ഓർക്കാൻ, നമ്മൾ മദ്രസയിൽ പഠിച്ചത് ഒന്ന് ഓർത്തെടുക്കാനും നമുക്ക് പറ്റും. പിന്നെയോ നമുക്ക് ഇങ്ങനെ ഈ സൂറത്തുകളൊക്കെ ഓതിയാൽ ഇതുപോലുള്ള പ്രതിഫലമുണ്ട്. ഒരു മനുഷ്യൻ കരയുന്നത് പോലെ അഭിനയിച്ചാൽ തന്നെ അവനിക്ക് അല്ലാഹു തആല സ്വർഗം കൊടുക്കുമെന്നാണ്, പ്രത്യേകിച്ച് ഈ സൂറത്ത് ഓതിയാൽ. തീർന്നില്ല, മറ്റൊരു സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അതേതാണ്? സൂറത്തുർ റഹ്മാനാണ്. സൂറത്തുർ റഹ്മാൻ. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. എന്ത് രസമെന്ന് പറയും ഈ സൂറത്ത് കേൾക്കാൻ തന്നെ. നിങ്ങളൊന്ന് യൂട്യൂബിൽ എടുത്ത് നോക്കിയ സൂറത്തുർ റഹ്മാൻ എന്ന് ടൈപ്പ് ചെയ്താൽ എത്രയോ രസകരമായിട്ടാണ് ആ സൂറത്തുർ റഹ്മാൻ. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ ഫീഹിമാ ഐനാനി നല്ലാഖതാൻ. എത്ര ഈ സ്വർഗത്തെ പറ്റിയൊക്കെ ഇങ്ങനെ വിവരിക്കുന്നത് കാണുമ്പോൾ നമുക്കെന്താണ് ആ സ്വർഗത്തോടുള്ള ആഗ്രഹം ഉണ്ടാവുകയും നമുക്ക് അറിയാതെ നമ്മൾ കരഞ്ഞു പോകും. ചില ഉസ്താദുമാരൊക്കെ നിസ്കാരത്തിൽ സുബഹിക്കും അതുപോലെ ഇഷാക്കൊക്കെ ചിലപ്പോൾ ഈ സൂറത്തുർ റഹ്മാനിൻ്റെ അല്പഭാഗമൊക്കെ ഓതുന്ന സമയത്ത് ഈ വയസ്സായ ആളുകളൊക്കെ അതിങ്ങനെ കേട്ടിരുന്നിട്ട് ഇങ്ങനെ വിഷമത്തോടു കൂടി അതിങ്ങനെ കേൾക്കുന്ന നിസ്കരിക്കുന്ന പല കാഴ്ചകളും കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് സൂറത്തുർ റഹ്മാൻ, കാരണം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെപ്പറ്റി സ്വർഗത്തെപ്പറ്റിയൊക്കെ വിവരിക്കുന്ന ഒരു സൂറത്താണ്. അള്ളാഹു താൻ നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വർഗത്തെപ്പറ്റി ഇത്രമാത്രം വിശാലമായിട്ട് പരിചയപ്പെടുത്തുന്ന വേറൊരു സൂറത്തില്ല
എന്നല്ലെന്നാണ്. സൂറത്തുർ റഹ്മാനിലാണ് സ്വർഗത്തിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങളെ പറ്റി പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ കുദ്റത്തുകളെ പറ്റിയൊക്കെ ഈ സൂറത്തുർ റഹ്മാനിൽ വിവരിക്കുന്നുണ്ട്. അപ്പോൾ സൂറത്തുർ റഹ്മാൻ ഓതുമ്പോൾ ഒന്ന് വിഷമത്തോടെ, ഒരു സങ്കടത്തോടെ, നമുക്കൊരു കരച്ചിൽ വന്നാൽ അൽഹംദുലില്ലാ, നമുക്ക് കരച്ചിൽ വന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു ഈ അനുഗ്രഹങ്ങളൊക്കെ എനിക്ക് നീ തരണേ എന്നുള്ള ആ ഒരു വിഷമത്തിൽ, നീ ഇത് തരാതെ പോയാൽ എനിക്ക് വലിയ നഷ്ടമാണല്ലോ എന്നുള്ള ആ ഒരു വിഷമത്തിൽ ഓതിയാൽ വലിയ കൂലിയാണ്. പിന്നെ മൂന്നാമത്തെ സൂറത്ത് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു സൂറത്തുൽ ഖാഫ് ആണ്. സൂറത്തുൽ ഖാഫ് ഇത് പലപ്പോഴും നമ്മൾ ചിലപ്പോൾ ഈ ഖത്തം ഓതുന്ന സമയത്ത് ഓതിപ്പോകുന്നതല്ലാതെ ഈ സൂറത്ത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓതാറുണ്ടാവില്ല. പക്ഷേ ഇനിയൊന്ന് ഓതി നോക്കണം. സൂറത്തുൽ ഖാഫ് എന്താ സൂറത്തുൽ ഖാഫിൽ പറയുന്നതെന്നറിയോ? ഒരു മനുഷ്യൻ്റെ റൂഹിനെ പിടിക്കുന്ന സമയത്ത്, അവൻ്റെ ആത്മാവിനെ പിടിക്കുന്ന സമയത്തുള്ള ആ ഒരു രംഗം വിശദീകരിച്ച് പറയുന്നുണ്ട് സൂറത്തുൽ ഖാഫിൽ. അള്ളാഹുവെ പടച്ചവനെ, ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് അവനിങ്ങനെ മലക്കുകളോട് പറയും, മലക്കേ അസ്രായിലെ എന്നൊന്ന് പിന്തിപ്പിക്കുമോ, ഞാൻ എത്ര സ്വതക്ക് വേണമെങ്കിലും കൊടുക്കാം, ഞാൻ നല്ലവനാവാം, ഞാൻ നിസ്കരിക്കാം, ഞാൻ നോമ്പ് പിടിക്കാം, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയി, എനിക്ക് തൗബ ചെയ്യാൻ പറ്റിയിട്ടില്ല, ഞാൻ തൗബ ചെയ്യട്ടെ, എനിക്കൊരു അല്പസമയം തരുമോ എന്നൊക്കെ ആ മലക്കിനോട് മരിക്കുന്ന മനുഷ്യൻ നടത്തുന്ന സംഭാഷണം വിവരിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഖാഫ്. അതുപോലെ അള്ളാഹുവിൻ്റെ ഒരുപാട് അദാബുകളെ പറ്റി പറയുന്നു, നരകത്തെപ്പറ്റി പറയുന്നു. അപ്പോൾ ആ സൂറത്ത് ഓതുന്ന സമയത്ത് ഒരു വിഷമം നമുക്ക് വന്നാൽ, സൂറത്ത് ഓതുമ്പോൾ ആ ഒരു നരകവും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അദാബൊക്കെ ഓർത്തിട്ടൊരു വിഷമം വന്നാൽ ഇൻഷാ അള്ളാഹ് നമുക്ക് ആ വിഷമം വന്നതിൻ്റെ പേരിൽ അള്ളാഹു തആല നമുക്ക് സ്വർഗം തരുമെന്നാണ്. നാലാമത്തെ സൂറത്ത് നമ്മളൊക്കെ ഓതാറുള്ള സൂറത്തുൽ വാഖിഅ. ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബ എന്ന് തുടങ്ങുന്ന സൂറത്തുണ്ടല്ലോ, സൂറത്തുൽ വാഖിഅ. നരകത്തെപ്പറ്റി അള്ളാഹു പറയുന്നു, സ്വർഗത്തെപ്പറ്റി പറയുന്നു, മഹ്ശറയെ പറ്റി പറയുന്നു, ശിക്ഷകളെ പറ്റി പറയുന്നു, നരകത്തിൻ്റെ അവസ്ഥകളെ പറ്റി പറയുന്നു, നരകത്തിൽ കടക്കുന്ന ആളുകളെ പറ്റി പറയുന്നു, സ്വർഗത്തിൻ്റെ ഉന്നതമായ സോപാനങ്ങളെ പറ്റി പറയുന്നു, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അജായിബുകളെ പറ്റി പറയുന്നു, ഖിയാമത്ത് നാളിൻ്റെ ഭയാനകരമായ ഒരുപാട് അവസ്ഥകളെ പറ്റിയൊക്കെ വിശദീകരിക്കുന്ന സൂറത്താണ് സൂറത്തുൽ വാഖിഅ. ഒരു മനുഷ്യൻ സൂറത്തുൽ വാഖിഅ ഓതുന്ന സമയത്ത് ഒരല്പം വിഷമം, ഒരു കണ്ണ് നിറഞ്ഞാൽ അല്ലാഹു തആല അവനിക്ക് കൊടുക്കുന്നത് വലിയ കൂലിയാൻ. അപ്പോൾ 4 സൂറത്ത് ഓതുന്ന സമയത്ത് ഒരു വിഷമം വന്നാൽ, പ്രത്യേകിച്ച് ഈ പരിശുദ്ധമായ ശഅബാൻ, ഇനി വരുന്ന റമദാൻ, ഇനി വരുന്ന മറ്റു മാസങ്ങളിലൊക്കെ ഒരു വിഷമത്തോടു കൂടിയൊക്കെ നമുക്ക് ഓതാൻ പറ്റിയാൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും വലിയ പ്രതിഫലം അള്ളാഹു തരുന്നതാണ്. പിന്നെ നമ്മൾ ഈ കരച്ചിലുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട ചില കരച്ചിലുകളുണ്ട്. ഒന്ന്, മാതാപിതാക്കളുടെ കരച്ചിൽ സൂക്ഷിക്കണം. മക്കളാകുന്ന നമ്മുടെ കാര്യം ഓർത്ത്, നമ്മുടെ മോശപ്പെട്ട സ്വഭാവം ഓർത്തിട്ട്, പടച്ചോനെ അവൻ ബെടക്കായല്ലോ, അള്ളാഹു അവൻ എന്താണ് അങ്ങനെ പറഞ്ഞത്, അവൻ എന്താ എന്നെ അനുസരിക്കാത്തത് എന്നൊക്കെ ഓർത്ത് നമ്മളെ ഓർത്ത് നമ്മുടെ മാതാപിതാക്കൾ കരയാനിട വന്നാൽ, സന്തോഷത്തിൻ്റെ കണ്ണീരല്ല, ഒരു സങ്കടത്തിൻ്റെ കണ്ണീര് വന്നാൽ നമ്മൾ അതിന് വില പറയേണ്ടി വരും. നമ്മളെയും അള്ളാഹു തആല ദുനിയാവിലിട്ട് കരയിപ്പിക്കും. അള്ളാഹു കാക്കട്ടെ. രണ്ടാമത് ഗുരുനാഥന്മാരുടെ കരച്ചിലാണ്. നമ്മൾ കാരണം ഏതെങ്കിലും ഒരു ഗുരുനാഥൻ കരയാൻ കാരണമായാൽ, നമ്മൾ ചിലപ്പോൾ ഗുരുനാഥനോട്, മദ്രസയിൽ പഠിപ്പിച്ച ഉസ്താദുമാരോട്, സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകന്മാരോട്, ടീച്ചർമാരോടൊക്കെ അപമര്യാദയായി പെരുമാറി അവരുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ, നമ്മൾ കാരണം വിഷമം വന്നാൽ നമ്മൾ പിടിക്കപ്പെടും. നമ്മളും അതുപോലെ കരയേണ്ടി വരും. അള്ളാഹു കാക്കട്ടെ. മൂന്നാമത്തേത്, ഭാര്യയെ കരയിപ്പിക്കുന്ന ഭർത്താവ്, ഭർത്താവിനെ കരയിപ്പിക്കുന്ന ഭാര്യ. അതായത് ഭാര്യയുടെ ദുസ്വഭാവത്തിൽ ഭർത്താവ് കരഞ്ഞാൽ, ഭർത്താവിൻ്റെ ദുസ്വഭാവത്തിൽ ഭാര്യ കരഞ്ഞാൽ ആ കരച്ചിലും അല്ലാഹു തആല കേൾക്കുമെന്നാണ്. അതുകൊണ്ട് നമ്മൾ കാരണം ഒരാൾ കരയേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. ഈ 3 കരച്ചിലുകൾ നമ്മൾ സൂക്ഷിക്കണമെന്നാണ്. പിന്നെയോ 3 സമയത്ത് കരഞ്ഞാൽ അല്ലാഹു പ്രതിഫലം തരും. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. 1, ദുആ ചെയ്യുമ്പോൾ കരയാൻ ശ്രമിക്കണേ. 2, ഖുർആൻ ഓതുമ്പോൾ. 3, നമ്മൾ ചെയ്തു പോയ തെറ്റുകളെ ഓർത്തിട്ട് കരയാൻ ശ്രമിച്ചാൽ അല്ലാഹു തആല ആ കണ്ണുകളെ പിന്നെ നരകം കാണിക്കില്ല എന്നാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പോൾ കരച്ചിലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. മനുഷ്യന് അല്ലാഹു തആല കൊടുത്തിട്ടുള്ള ഒരു പ്രകൃതിപരമായിട്ടുള്ള ഒരു കഴിവാണ് കരയുക എന്നുള്ളത്. പക്ഷെ പല ആളുകളും കരയാറില്ല. പക്ഷെ കരയണമെന്നാണ് ജീവിതത്തിൽ കരയണം. അത് ഏറ്റവും കൂടുതൽ നമ്മൾ ഒറ്റയ്ക്കിരുന്നിട്ട് അള്ളാഹിനെ ഓർത്ത് കരയണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ ശഅബാനിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പേര് നമ്മുടെ വീഡിയോകൾക്കൊക്കെ താഴെ എത്രയോ ദുആ വസിയത്താണ്
വായിച്ച് തീരാൻ പറ്റാത്ത, മറുപടി കൊടുക്കാൻ പറ്റാത്ത തരത്തിൽ ഒരുപാട് കമൻറ്റുകൾ, ഒരുപാട് ദുആവസിയത്തുകൾ പറയുന്നുണ്ട്. അല്ലാഹു തആല ആരൊക്കെ ദുആവസിയത്ത്, എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം വിഷമങ്ങൾ, സങ്കടങ്ങൾ പറയുന്നു, മുഴുവനും അല്ലാഹു തആല മാറ്റിക്കൊടുക്കുമാറാവട്ടെ. അവർക്കൊക്കെ അല്ലാഹു ഖൈറുകൾ പ്രധാനിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു സഫലീകരിക്കട്ടെ. ഒരുപാട് വീടില്ലാത്തവർ, അതുപോലെ വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്തവർ, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, മാനസികമായ ടെൻഷനുകൾ, മക്കളുടെ രോഗം, അതുപോലെ ഗൾഫിലുള്ള പല പ്രവാസികളായ ആളുകളൊക്കെ ദ്വാരക്കാൻ പറഞ്ഞു. ഈ ശമ്പളമൊക്കെ പെൻഡിങ് ആയി കിടക്കുകയാണ്. അതുപോലെ തന്നെ വീടില്ലാത്തവർ, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടും. ഇങ്ങനെ ഒരു 100 പ്രശ്നങ്ങൾ അല്ലാഹുവേ പടച്ചവൻ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് എല്ലാവർക്കും ദുനിയാവും ആഖിറവും നീ വിജയിപ്പിച്ച് തരണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അല്ലാഹു നമ്മുടെ ഈ സ്നേഹബന്ധം നിലനിർത്തട്ടെ. നമ്മൾ പറയുന്നതും നമ്മൾ കേൾക്കുന്നതും നമ്മൾ ജീവിതത്തിൽ അമൽ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങൾക്കും അല്ലാഹു തആല എല്ലാവിധത്തിലുള്ള പ്രതിഫലവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.